തലമുറയ്ക്കായി മിഷൻ 110. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ലക്ഷ്യം നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇടതുമുന്നണിക്ക് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്ര സുഖകരമായിരുന്നില്ല. വിവാദങ്ങളുടെ വർഷമായിരുന്നു. പുതുവർഷത്തിൽ പുതുഭരണം, അതാണ് മുഖ്യൻ കാണുന്ന സ്വപ്നം. അതായത് ആത്മവിശ്വാസത്തോടെ മൂന്നാം തുടർച്ച ഭരണം. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ഉണ്ടായ തിരിച്ചറിവിൽ അടിമുടി വികസനമാണ് ഇപ്പോൾ LDF പിടിച്ചിരിക്കുന്ന മോട്ടോ. ഇത്തവണ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അവർക്കുണ്ട്. തദ്ദേശത്തിൽ തിരിച്ചടിയായ സ്വർണ്ണക്കൊള്ള മറികടക്കേണ്ടതുണ്ട്. വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കാനാണ് സർക്കാർ ശ്രമം. മിഷൻ 110 യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുകളോടെയാണ് LDF അധികാരത്തിലെത്തിയത്. ഇത്തവണ 100 അല്ല 110 കടക്കണം. മന്ത്രിമാർ ജനങ്ങളുടെ ഒപ്പമുണ്ട് എന്ന തോന്നൽ നൽകണം. അതാണ് 3.0. സ്വർണം കട്ടവൻ ആരപ്പ, ഈ പാരഡി കുഞ്ഞു കുട്ടികൾ പോലും എന്തിന് റീൽസിൽ പോലും ഹിറ്റായിരുന്നു. ശരിക്കും കട്ടവരും കട്ട മുതൽ സൂക്ഷിച്ചവരും ഒപ്പം സർക്കാരിനും ശബരിമല സ്വർണ്ണക്കൊള്ള നാണക്കേടായി. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. സ്വർണ്ണക്കൊള്ളപ്പാട്ട് ഹിറ്റായപ്പോഴാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര ഡിമാൻഡുള്ള കാര്യം LDF സർക്കാരിന്റെ ചിന്തയിൽ വന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ പ്രചാരണത്തിൽ പ്രധാന പങ്ക് സോഷ്യൽ മീഡിയ വിങ്ങിനാകും. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കണം. ഒപ്പം ആക്ഷേപങ്ങളെ പ്രതിരോധിക്കണം. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഉൾപ്പെടെ കേരളത്തിന്റെ ഓരോ രംഗത്തും വലിയ മാറ്റമാണ് ഈ സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. പൊതുവെ കടക്ക് പുറത്ത് എന്ന് പറയാറുള്ള മുഖ്യൻ തെരഞ്ഞെടുപ്പടുത്തതോടെ വാർത്താ സമ്മേളനങ്ങളിൽ ചിരിച്ചു തുടങ്ങി. നിങ്ങൾ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 20 മന്ത്രിമാരും പാർട്ടിയും മുന്നണിയും ഒത്തുചേർന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി 3.0 യാഥാർത്ഥ്യമാക്കണം എന്ന ആഹ്വാനമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ഇനിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ.